അവിടെ എൻ്റെ ഒരു സ്വപ്നമുണ്ട്. കാര്യം MP ഫണ്ട് ഉപയോഗിച്ച് അതല്ലെങ്കിൽ UDF ഗവൺമെൻറ് വരപ്പെടുക. ശ്രീരംഗൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ജീവകാരുണ്യ പ്രവർത്തകനാണ്. അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല. അത്രയും നല്ലൊരു മനുഷ്യനായിട്ടാണ് ശ്രീരംഗൻ ഇടപെടുന്നത്. 2 വൃദ്ധസദനം അവിടെ ഉണ്ട്. ആ വൃദ്ധസദനം ഇന്ന് പൂട്ടിയിട്ടേക്കുന്ന നിലയിലാണ്. ശ്രീരംഗൻ ചേട്ടനെ ആർക്കും നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞാനും ശ്രീരംഗൻ ചേട്ടനും ചേർന്ന് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ ഇപ്പോൾ ഇവിടെ ആറ്റിങ്ങൽ മനോമോഹന വിലാസം, അതായത് 12ാം വാർഡാണ്. 12ാം വാർഡിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ഞാനിവിടെ ആറ്റിങ്ങൽ വന്നത് മൂലമുള്ള ഒരു ബന്ധമുണ്ട് എനിക്ക് ശ്രീരംഗൻ ചേട്ടനുമായിട്ട്. ഞാനിവിടെ അടുത്ത് തന്നെ, അവരുടെ മണ്ഡലം പോലുമല്ല, നമ്മുടെ ആലങ്കോട് സൈഡിന് ഞാനൊരു വാർത്തയിലെടുക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ ഒരു ലേഡിക്ക് മാനസിക നില തകരാറാണ്. അവർ ഭർത്താവ് ഉപേക്ഷിച്ച ഒരു മകളും അവരുടെ പൊടിമക്കളും മാത്രമേ ഉള്ളൂ. ആ ചേച്ചിക്കാണെങ്കിൽ എന്താ പറയുക, ഈ അമ്മയെ മാനസിക നില തകരാറായ അമ്മയെ കുട്ടികളെ ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോലും പറ്റാത്തൊരവസ്ഥ. ഞാൻ ഈ വിവരം അപ്പം തന്നെ ശ്രീരംഗൻ ചേട്ടനെ അറിയിച്ചു. അപ്പോൾ അല്ല ഏട്ടാ, നമ്മൾ പെറ്റുവത് തന്നെ നമ്മുടെ സാധനങ്ങളെല്ലാം ചുമന്നല്ലേ? പിന്നെ അതുമാത്രമല്ല, ആറ്റിങ്ങൽ നഗരത്തിലെ എന്ത് പ്രശ്നങ്ങളിലും, കുടിവെള്ള പ്രശ്നമായാലും പിന്നെ നമ്മളെ കോളേജിലെ മാലിന്യ പ്രശ്നങ്ങൾ, അങ്ങനെ നൂറ് കാര്യങ്ങൾ. അത് നമ്മുടെ ആറ്റിങ്ങൽ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ ശോചനീയ അവസ്ഥ, അങ്ങനെ നൂറ് കാര്യങ്ങളിൽ എന്തെങ്കിലും വിഷയം ഉണ്ടപ്പോൾ എന്നെ വിളിക്കുന്നത്. നമസ്കാരം സഹോദര, അതാണ് ഇപ്പോഴും ഓർമ്മ വിളിയാണ്. പുള്ളി നമസ്കാരം സഹോദര, എന്നെ വിഷയം ഉണ്ടല്ലോ, ശരി എനിക്ക് എത്താൻ പറ്റുമെങ്കിൽ ഞാൻ കൂടെ എത്തും, നമ്മൾ വാർത്തയും അധികം അറിയിക്കും. അങ്ങനെ നൂറ് കാര്യങ്ങളിലേക്ക് നമ്മൾ എന്നെ വിളിച്ചുകൊണ്ട് പോയ ആളാണ് ശ്രീരംഗൻ. അവനോട് ഞാൻ ആദ്യം പറഞ്ഞത് ശ്രീരംഗൻ ചേട്ടനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന്. ശ്രീരംഗൻ ചേട്ടാ, ഇത് മത്സരിക്കുന്നത് ആദ്യത്തെ തവണയാണോ? അല്ല, ഇത് 2ാം തവണയാണ്. പിന്നെ UDF സ്ഥാനാർത്ഥിയായിട്ട് കഴിഞ്ഞ തവണ ഞാൻ 9ാം വാർഡിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോഴും എനിക്കൊരു ചെറിയ മാർജിനിൽ എനിക്ക് പരാജയപ്പെടേണ്ട ഒരു സാഹചര്യം വന്നു. പക്ഷേ എങ്കിൽ പോലും ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് ഇപ്പം പിന്നെ ബ്രദറിന് തന്നെ അറിയാമെന്നുള്ളതാണ്, ഏറ്റവും വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനം വാർത്തയാക്കിയതാണ് മറ്റേ കിഡ്നി നഷ്ടപ്പെട്ട കുട്ടിയുടെ 12 ലക്ഷം. അത് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് നമ്മുടെ KPC പ്രസിഡന്റ് തൊട്ട് തുടങ്ങി നമ്മുടെ ആദരണീയനായ ആറ്റിങ്ങലിൻ്റെ ജനനായകൻ MP ഉൾപ്പെടെ സഹായിച്ചതിൻ്റെ പുറത്ത് നമുക്കത് പൂർണ്ണമായിട്ടും അത് പൂർത്തീകരിക്കാൻ പറ്റി. ഇന്ന് ആ കുട്ടി യഥാർത്ഥത്തിൽ ജോലിക്ക് പോകുന്നൊരു സാഹചര്യം. അത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് വളരെ അഭിമാനം ഉള്ള ഒരു കാര്യമാണ്. കാര്യം വളരെ പാവപ്പെട്ട കുടുംബത്തിലെ ഒരു കുട്ടീനെ നമുക്ക് ജീവൻ തിരിച്ചെടുക്കാൻ ഒരു അവസരം നമുക്കുണ്ടാക്കാൻ പറ്റും. അതൊരു വലിയ കാര്യമായിട്ട് കാണുന്നു. പിന്നെ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒന്ന് തൊട്ടല്ല, എല്ലാ മേഖലകളിലും നമ്മൾ അത് ചെയ്യുന്നതാണ്. അതിലൊന്നാണ് ഈ പറഞ്ഞ ആലങ്കോട് സഹോദരൻ വിളിച്ച സമയത്ത് നമ്മൾ ഓടി വരികയും അവരെ പിന്നെ നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇപ്പോഴൊക്കെ അവർ പൂർണ്ണമായിട്ടും അവർ നോർമൽ ഒരു അവസ്ഥയിലാണ്. അദ്ദേഹത്തിന് ഞാൻ കഴിഞ്ഞ ആഴ്ചയും കണ്ടിരുന്നു, ഈ ഭർത്താവിനെ കണ്ടിരുന്നു. അവർക്ക് വേണ്ട ഹെൽപ്പുകളൊക്കെ നമ്മളിപ്പോഴും ചെയ്തു കൊടുക്കുന്നുണ്ട്. അവരുടെ മരുന്നൊക്കെ സ്പോൺസർ ചെയ്ത് നമ്മൾ അത് ചെയ്ത്. രണ്ടാമത് അവർക്ക് ഒരു വീട് കിട്ടാൻ വേണ്ടി ആലങ്കോട് ചാത്തമ്പറ ഒരു സ്ഥലം നമ്മളും കൂടെ ഇടപെട്ട്, കരവാരം പഞ്ചായത്തിലാണ് ഞാനും കൂടെ ഇടപെട്ട്, ഐത്തറിനും കൂടെ ഇടപെട്ട് ആ സ്ഥലം ഇപ്പോൾ അവരെ ഉടമസ്ഥയിലായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഇനി അവർക്കൊരു വീട്, സ്വന്തമായിട്ടുള്ളൊരു വീട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. അത് കരവാരം കോൺഗ്രസിൻ്റെ മണ്ഡലം ഭാരവാഹികളും മറ്റ് നേതാക്കളുമായിട്ട് നമ്മൾ ഇപ്പോഴും ആശയവിനിമയം നടത്തുന്നുണ്ട്. അത് അങ്ങനെ വന്നു. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ആറ്റിങ്ങൽ നിയോജകമണ്ഡലത്തിൽ ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഇനിയും തുടരും. ജയിച്ചാലും തോറ്റാലും പുള്ളി ഇതേ പ്രവർത്തനം തന്നെ പുള്ളി തുടരും. പക്ഷേ ജയിക്കണം, അതാണ് പുള്ളിക്ക് അങ്ങനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആറ്റിങ്ങൽ അറിയപ്പെടുന്ന നേതാവാണ്. INTUCയിലെ ഭാരവാഹി തുടങ്ങി ഒരുപാട് ഭാരവത്വം വെച്ചിട്ടുള്ള ആളാണ്. ഐത്തേൻ്റെ പ്രിയ ശിഷ്യന്മാരുടെ ഒരാളാണ് ശ്രീരംഗൻ ചേട്ടൻ. ശ്രീരംഗൻ ചേട്ടൻ ഐത്തേട്ടൻ കാണുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? അല്ലേ, ശ്രീരംഗൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ജീവകാരുണ്യ പ്രവർത്തകനാണ്. നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്ന് ഇതുപോലെയുള്ള ആൾക്കാർ ഏറ്റവും ആവശ്യമായി ഉണ്ടാകേണ്ട ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോഴത്തേക്ക് ജയിച്ച് 10 കാശുണ്ടാക്കുന്ന രീതിയിലേക്ക് പോയാലൊക്കെ ഇല്ല. പക്ഷേ പുള്ളിയെ സംബന്ധിച്ച് പുള്ളി കൗൺസിൽ ജനപ്രതി അല്ലാതിരുന്നപ്പോഴും
ഇവിടെ ചെയ്ത കാര്യങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു ജനപ്രതിനിധി ആയിക്കഴിഞ്ഞാൽ പുള്ളി ഇതിൻ്റെ ഒരു 100 മടങ്ങ് കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു കരുത്തും ശക്തിയും പുള്ളിക്കുണ്ടാകും. അപ്പോൾ ആ കരുത്തും ശക്തിയും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇവിടെ പിന്നെ ഒരു റിബലും നമ്മൾ കോൺഗ്രസിനകത്തുണ്ടായിരുന്ന ഒരാളുടെ ഒരു റിബലും കൂടി മത്സരിക്കും. അത് അല്പം നമുക്ക് ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അയാളെ ഇന്നലെ പുറത്താക്കി. അപ്പോൾ നാളെ അത് പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് DCC വഴി സർക്കുലർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പിന്നെ അദ്ദേഹത്തോട് നമ്മൾ പറഞ്ഞു, അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, കാരണം പിന്നെ സ്ഥാനാർത്ഥി നിശ്ചയം വന്നു കഴിഞ്ഞാൽ ആരാണോ സ്ഥാനാർത്ഥി അവർക്ക് വേണ്ടി നമ്മൾ ഇറങ്ങുക എന്നുള്ളതാണ് ഒരു കോൺഗ്രസ്സുകാരൻ്റെ ഉത്തരവാദിത്വവും കടമയും. പക്ഷേ പുള്ളി അത് കേൾക്കാതെ പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണല്ലോ, ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം തന്നെയാണ്. ഇതിന് വിജയപ്രതീക്ഷ ഉണ്ടോ ചേട്ടാ? 100%. കഴിഞ്ഞ പ്രാവശ്യം LDF പിടിച്ച് ചെറിയ ഒരു മാർജിൻ്റെ LDF ജയിച്ചത്. ചേട്ടൻ ഇവിടെ വിജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? അത് പ്രധാനമായിട്ടും നമ്മുടെ ഈ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയുടെ കുറച്ച് സ്ഥലങ്ങളുണ്ട് ഈ വാർഡിനകത്താണ്. അതിന്ന് ഒരു സ്വകാര്യ വ്യക്തിയുടെ കയ്യിലാണ്. അത് അവിടെ എൻ്റെ ഒരു സ്വപ്നമുണ്ട്. കാര്യം MP ഫണ്ട് ഉപയോഗിച്ച് അതല്ലെങ്കിൽ UDF ഗവൺമെൻറ് വരപ്പോൾ അവിടെ നമുക്കൊരു സർക്കാർ ലെവലിലുള്ള ഒരു പിന്നെ ക്വാർട്ടേഴ്സോ അതല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു വികസനം അവിടെ കൊണ്ടുവരിക എന്നുള്ളത് അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. 2 വൃദ്ധസദനം അവിടെ ഉണ്ട്. ആ വൃദ്ധസദനം ഇന്ന് പൂട്ടിയിട്ടേക്കുന്ന നിലയിലാണ്. 3 അവിടെ വനിതാ ഹോസ്റ്റലുണ്ട്, മറ്റൊരു കെട്ടിടമുണ്ട്. ഇതെല്ലാം ഇന്ന് അനാശാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കോളേജിലെയും സ്കൂളിലെയും കുട്ടികൾ അവിടെ വന്നിരുന്ന് മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കാണേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, ഈ റോഡുകളുടെ അവസ്ഥ വളരെ ദയനീയമായ അവസ്ഥയാണ്. അപ്പോൾ ഇത് റിംഗ് റോഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ഈ റോഡുകളുടെ എല്ലാ പിന്നെ ഈ കട്ടറുകളും മാറ്റി നമുക്ക് അവിടെ ഒരു റോഡ് വികസനം കൊണ്ടുവരാൻ നമുക്ക് അതെൻ്റെ മനസ്സിനകത്തുള്ള ഒരു പ്ലാനാണ്. പിന്നെ ഉള്ളത് ഇവിടെ സ്റ്റീൽ ഫാക്ടറി ഉണ്ട്, അത് ഈ വാർഡിനകത്ത് വരുന്നതാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ ജനനായകൻ MP സഹായത്തോടു കൂടി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീമിൽ കൊണ്ടുവരുത്തി നമുക്ക് അത് പ്രവർത്തനക്ഷമമാക്കുവാൻ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം. പിന്നെ ഉള്ളത് ഇവിടെ 6 മണി കഴിഞ്ഞാൽ നമുക്ക് പോളിടെക്നിക്കിൻ്റെ അതുവഴിയോ JTSൻ്റെ അതുവഴിയോ വാട്ടർ സപ്ലൈ ലൈൻ വഴിയോ ഈ തെരുവ് നായ്ക്കളുടെ ശല്യം വളരെ വലുതാണ്, നമ്മളെല്ലാം ചിന്തിക്കുന്നതിനപ്പുറമാണ്. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് അത് ഒരു സത്യം. പിന്നെ വരുന്നത് ഈ കാട്ടുപന്നി ശല്യം ഇവിടെ വളരെ രൂക്ഷമാണ്. ഇപ്പം പല സ്ഥലത്ത് ഈ വാർഡിനകത്ത് തന്നെ വേലാങ്കോണം ഭാഗത്തൊക്കെ കാട്ടുപന്നീനെ വെടിവെക്കുന്ന സംഭവം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കണം. പിന്നെ കുടിവെള്ള പ്രശ്നം, ഈ വാർഡിനകത്ത് കുടിവെള്ള പ്രശ്നം, അതിന് പരിഹാരങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ വാർഡിന് വേണ്ടി ചെയ്യാൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും പോകുന്നത്. പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് രാഷ്ട്രീയമില്ല. ഈ വാർഡിലെ ജനങ്ങളുടെ ഒരു ജനപ്രതിനിധിയായിട്ട് അവരുടെ സുഖത്തിലും ദുഃഖത്തിലും അവരുടെ സന്തോഷത്തിലും സങ്കടത്തിലും അവരോടൊപ്പം എല്ലാ ദിവസവും അവരുടെ വീടുകൾ സന്ദർശിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കിയെടുക്കും. അവരൊപ്പം ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ വാർഡിൻ്റെ പൊതുവിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ തന്നെ ഒരു റൂം എടുത്തുകൊണ്ട് ഒരു ഓഫീസ്, കാര്യം ആ ഓഫീസിലൊരു സ്റ്റാഫും ഈ വാർഡിനകത്തുള്ളൊരു സ്റ്റാഫിനെ വെച്ചുകൊണ്ട് ഈ വാർഡിൻ്റെ സുഗമമായിട്ടുള്ള നടത്തിപ്പിന് പൂർണ്ണ സമയവും ഞാൻ ഉണ്ടാവും എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ജനങ്ങളെ മുമ്പ് വയ്ക്കുകയാണ്. അല്ല, അത് എനിക്ക് മനസ്സിലായെന്ന് ഞാൻ ആദ്യം ആമുഖമായി തന്നെ ഞാൻ പറഞ്ഞു. കാരണം വെച്ചാൽ ഒരിക്കൽ ഇവിടെ ജനങ്ങൾ ഒരു 24 വോട്ടിൻ്റെ ഇതിൽ ചേട്ടൻ പുറത്തോട്ട് പോയെങ്കിൽ ചേട്ടൻ വിട്ടു കഴിഞ്ഞിട്ടില്ല. ചേട്ടൻ അവിടെ അതുപോലെ, കാരണം ഈ വാർഡിൻ്റെ മാത്രമല്ല ആറ്റിങ്ങലിൻ്റെ മാത്രമല്ല, ഒരുപക്ഷെ ആറ്റിങ്ങലിൻ്റെ നഗരസഭ കഴിഞ്ഞ് പുറത്ത്
ആലങ്കോട് ഭാഗങ്ങളിൽ വരെ എന്നെ വിളിച്ചുകൊണ്ട് നമ്മൾ പോയിട്ട് ഇതുപോലെ ഒരുപാട് ചാരിറ്റി ചെയ്തിട്ടുണ്ട്. ആറ്റിങ്ങൽ ഒരുപാട് വാർത്ത. ഒരു പക്ഷേ ആറ്റിങ്ങൽ നഗരസഭയിൽ വിവാദമായ പല കാര്യങ്ങളും കുത്തിപ്പൊക്കിക്കൊണ്ട് കൊണ്ടുവരുന്നത് ശ്രീരംഗചേട്ടനായിരിക്കും. എന്തായാലും വോട്ട് അഭ്യർത്ഥിച്ചുള്ള ശ്രീരംഗചേട്ടൻ്റെ യാത്ര തുടരുകയാണ്. കൂടെ നമുക്കും കൂടാം. ചേട്ടാ, ശ്രീരംഗചേട്ടനെ നേരത്തെ പരിചയമുണ്ടോ? എൻ്റെ അയലോക്കമില്ലേ, പക്ഷേ വാർഡ് കണ്ടായിപ്പോയി. ശ്രീരംഗചേട്ടൻ ഇവിടെ മത്സരിച്ച് എന്തെങ്കിലും ചെയ്യുന്നുള്ള വിശ്വാസമൊക്കെ ഉണ്ടോ? വിശ്വാസമൊക്കെ ഉണ്ട്. വിശ്വാസം ഇല്ലാത്തത് എന്തൊരു ജയിച്ചാലും അതിൻ്റെതായ രീതിയിൽ ചെയ്യും. എന്ത് കാര്യത്തിനും കൂടെ നിൽക്കും. കഴുകുന്ന ഇതിൽ കഴുകി കൊടുക്കൂല. അതാണ് എൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്സും അതാണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനോ ഒരാൾക്ക് ചെയ്യാനോ പറ്റാത്തൊരു കാര്യമാണ് പിന്നെ കുടുംബത്തിന് സഹായവും സെക്രട്ടേറിയറ്റിലെ ഈ കുട്ടിക്ക് ജോലി. ഉമ്മൻചാണ്ടി സാറിൻ്റെ കാറിൽ കയറാനുള്ളൊരു ഭാഗ്യം. കാര്യം ക്യാബിനറ്റ് ഡിസിഷൻ എടുത്ത് അല്പം കഴിഞ്ഞ് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് നമ്മുടെ മന്ത്രിസഭ വീണ് പിണറായി സർക്കാർ അധികാരത്തിലേക്ക്. അപ്പോൾ സാറ് 1-2 പ്രാവശ്യം വിളിച്ചു പറഞ്ഞപ്പോൾ ആ ഫയൽ നീങ്ങാതെ വന്നപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ പറഞ്ഞ് ആ കാറിൽ കൂടെ കയറാം. അങ്ങനെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കൂടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ആ വണ്ടിയിൽ യാത്ര ചെയ്ത് സാറ് നേരെ ചെന്ന് ഇന്നത്തെ മുഖ്യമന്ത്രിയെ കണ്ട് ആ ഫയലെടുപ്പിച്ച് അവിടെ ഇരുന്ന് ആ ഫയലെടുപ്പിച്ച് ആ ഫയലെല്ലാം പിന്നെ പണി തീർത്ത് വെച്ചേക്കണം. ഒരു ഒപ്പിന് വേണ്ടിയാണ് മാസങ്ങളോട് നടക്കുന്നത്. ആ ഒപ്പ് പിണറായി സാറിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ ജോലിക്കാം. പക്ഷേ ജോലി കയറുന്നതിന് മുമ്പ് പിന്നെ ഈ കൊച്ചിനെയും കൊണ്ട് ശശികണ്ഠന് ഈ പറയുന്ന ശശികണ്ഠനും ഞാനും ഈ മോളും കൂടെ അവിടെ ചെന്ന് ഉമ്മൻചാണ്ടി സാറിനെ ചെന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം മേടിച്ച് പിന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭാര്യയുടെ അനുഗ്രഹം മേടിച്ച് ഏറ്റാണ് യഥാർത്ഥം. ഞാൻ 10-30 വർഷം ശ്രീരംഗനെ അറിയാം. അപ്പം മതം ഒന്നും നോക്കാതെ ശ്രീരംഗൻ എല്ലാവരിടത്തും വളരെ സ്നേഹമായി ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പുള്ളിയുടെ കൂടെ എപ്പോഴും നടക്കുന്നത്. പുള്ളി എന്ന് പറഞ്ഞാൽ വളരെ കാര്യമായിട്ട് പ്രവർത്തിക്കാനും ഒരാവശ്യത്തിന് വിളിച്ചാൽ എത്താനും എന്ത് ഉപകാരവും ചെയ്യാനുമുള്ളൊരു മനുഷ്യനാണ് ശ്രീരംഗൻ. അപ്പോൾ ശ്രീരംഗൻ ജയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ആ വാർഡിലുള്ളവർക്ക് എല്ലാവർക്കും വളരെ നല്ലതാണ്. അവിടെ രാഷ്ട്രീയവും അതൊന്നുമില്ല. ജയിച്ചു കഴിഞ്ഞാൽ പുള്ളി എല്ലായിടത്തും എത്തും, ജയിച്ചില്ലെങ്കിലും എത്തും. അങ്ങനത്തെ ഒരാളാണ്, അതെനിക്കറിയാം. അത് സാധാരണ അങ്ങനെയുള്ളവർക്ക് ഒരു ദേശീയതയാണല്ലോ. പക്ഷേ കഴിഞ്ഞ 5 വർഷവും ശ്രീരംഗയുടെ മിക്ക വാർത്തകളും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ദേശീയൊന്നും ആരുടെ അതാ പറഞ്ഞത് പുള്ളിക്ക്. അതാണ് ഞാനും ഇപ്പം പറഞ്ഞത്. അത് തന്നെയാണ്, പുള്ളിക്ക് അങ്ങനെ ഒരു വ്യത്യാസമില്ല. അപ്പം ഞാനൊരു മുസൽമാനാണെങ്കിൽ പോലും ഇവിടെ ഉള്ള ഒരുപാട് പേര് എൻ്റെ റിലേഷനിലൊക്കെ ഉള്ളവരുണ്ട് ഈ വാർഡിൽ, 12-ാം വാർഡിൽ. അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പോൾ എനിക്ക് സുഖമില്ല നടക്കാം. എന്നിട്ട് ഞാൻ വന്നത് പുള്ളിക്ക് വേണ്ടി ഇതുപോലെ പറയാൻ വേണ്ടി മാത്രമാണ്. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിയെപ്പറ്റി വളരെ നല്ല അഭിപ്രായങ്ങളും ഞാൻ മാത്രമല്ല ഒരുപാട് പേർക്കതറിയാം. പക്ഷേ പലർക്കും അറിഞ്ഞുകൂടാത്തവരുണ്ട്. പുള്ളി എന്ന് പറഞ്ഞാൽ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഇപ്പോൾ പുള്ളിയുടെ കൂടെ മത്സരിക്കാൻ നിൽക്കുന്ന എൻ്റെ വേണ്ടപ്പെട്ട ആളാണ് താഹ സാഹിബ്. പുള്ളിക്ക് പോലും 1 മാസം മുമ്പ് വയ്യാതായപ്പോഴും ഇദ്ദേഹമാണ് എടുത്തുകൊണ്ട് ഓടിയത്. എനിക്കറിയാം. കാരണം ഒരു ദിവസം എന്നെ ശ്രീരംഗേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, കേട്ടോ ഇങ്ങനെ മാരാരെ നമ്മുടെ കോളേജിൻ്റെ ബാക്ക് സൈഡിൽ മൊത്തം മാലിന്യമാണ്, അതാരും ശ്രദ്ധിക്കുന്നില്ല, അവിടെ തന്നെയാണ് ലേഡീസ് ഹോസ്റ്റൽ ഉള്ളതൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ പോയി കോളേജിലൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടാന്ന് നമ്മൾ ആരും അറിയാതെ ബാക്കിലൂടെ കയറി മാലിന്യം മൊത്തം നമ്മൾ ഷൂട്ട് ചെയ്തതിന് ശേഷം പ്രിൻസിപ്പാളിനെ കണ്ടു. പ്രിൻസിപ്പാൾ ഞങ്ങളോട് ഇങ്ങോട്ട് വരാതെ നഗരസഭ 100 പ്രാവശ്യം കത്ത് കൊടുത്തിട്ട് വൃത്തിയാക്കാനുള്ള അത് മുറിക്കാനായിട്ട് ഒരുപാട് വെറും 3 ദിവസം ഫുൾ മാലിന്യം നഗരസഭ നീക്കി എന്നുള്ളതാണ്. കാരണം അത് കണ്ടെത്തി കാണിച്ചു തരാനും അത് ചെയ്യാനും അത് ചോദിക്കാനും 3 പേരുണ്ടായപ്പോഴത്തേക്ക് കാര്യം അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് വേണ്ട അല്ലേ. പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ ശ്രീരംഗൻ്റെ 12-ാം വാർഡിലുള്ള വോട്ടേഴ്സ് ഉള്ളവരോട് പറയാനുള്ളത്, ഇവിടെ രാഷ്ട്രീയമോ ഒന്നുമില്ല. പുള്ളിയെ കൈപ്പത്തിയിൽ പുള്ളിയെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉപയോഗമാണെന്നുള്ളത് 100% ഉറപ്പാണ്. ഇത് കൂടെ നടക്കുന്നതുകൊണ്ട് പറയുന്നതല്ല, പുള്ളിയെപ്പറ്റി പൂർണ്ണമായി അറിയുന്നതുകൊണ്ട് പറയുന്നതാണ്. അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല. അത്രയും നല്ലൊരു മനുഷ്യനായിട്ടാണ് ശ്രീരംഗൻ ഇടപെടുന്നത്. ശ്രീരംഗൻ വളരെ നല്ലതായിട്ട്. അതുകൊണ്ട് എല്ലാവരും എനിക്ക് പറയാനുള്ള ആ വാർഡിലുള്ളവരോട് ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ, പുള്ളിയെ വിജയിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കുക. അതൊരു വളരെ ദൈവത്തിൻ്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു. എനിക്ക് ശ്രീരംഗൻ ചേട്ടന് അത്രയ്ക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ് ചേട്ടൻ്റെ ഈ ഒരു വോട്ട് തേടിയുള്ള യാത്ര ഞാൻ കവർ ചെയ്തത്. കാരണം
ഒരുപാട് നന്മകൾ അദ്ദേഹം ഞാൻ ഉൾപ്പെടെ ഞാൻ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പോയി കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നന്മയുള്ള ഒരുപാട് പേർക്ക് സഹായമേകുന്ന കാര്യങ്ങൾ ചെയ്ത അനുഭവം എനിക്കുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വാർത്ത ചെയ്തത്. ഏതായാലും നല്ല നല്ല ആൾക്കാരൊക്കെ വേണം കൗൺസിലർമാരായിട്ട് വരാനായിട്ട്. കാരണം നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടി ആരുടെയും മുന്നിൽ പോയി ഓച്ചാനിച്ച് നിൽക്കേണ്ട അവസ്ഥ ഒരു പ്രൊജക്റ്റും വരരുത്. ഡിസ്പ്ലേ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീത്ത് മായാർ സൈനിങ് ഓഫ്.